നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ദീപാവലി. ദീപാവലിയോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ രാമക്ഷേത്രത്തിൽ ഒരു ഷോ കാണിച്ചു, ലൈറ്റ് ഷോ. ആകാശത്തിൽ രാമകഥ, ശ്രീരാമൻ്റെ വില്ലും രാവണൻ 10 തലയോടുകൂടിയ രാവണനെയും ഒക്കെ ആകാശത്ത് ലൈറ്റ് ആയി കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എണ്ണ വിളക്കുകൾ, 10,000-കണക്കിന് എണ്ണ വിളക്കുകൾ തെളിയിക്കുകയും ചെയ്തു. ഇതെല്ലാം ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഈ ആകാശ വിസ്മയം തീർക്കുന്നത് അതൊരു ഡ്രോൺ ഷോയാണ്. ഡ്രോണുകളിൽ ലൈറ്റ് പിടിപ്പിച്ച് ഇത് ആകാശത്ത് പറത്തി നിർത്തി 3 ഡയമെൻഷനൽ പിക്ചേഴ്സ്, പടങ്ങൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ട് അത് നിലത്ത് നിന്ന് കൺട്രോൾ ചെയ്ത് ആണ് പലവിധ രൂപങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഇതിനെപ്പറ്റി കൂടുതലായി ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ ഓടിയെത്തത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈറ്റ് ഷോ കണ്ടു. അതൊരു ലേസർ ഷോ. എന്നെ അത്ഭുതപ്പെടുത്തിയ ലേസർ ഷോ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടേതായിരുന്നു. ഇന്നത്തെ സംസാരം അതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. സ്കൂൾ യുവജനോത്സവത്തിനോട് അനുബന്ധിച്ച് മറ്റ് ചില പരിപാടികളും നടക്കാറുണ്ട്. അതാണ് ശാസ്ത്രമേളയും ഗണിതമേളയും വർക്ക് എക്സ്പീരിയൻസ് മേളയും മറ്റും. ഇതെല്ലാം സ്കൂൾ യുവജനോത്സവം പോലെ തന്നെ സ്കൂൾ തലത്തിൽ തുടങ്ങി ഡിസ്ട്രിക്റ്റ് തലം കഴിഞ്ഞ് സ്റ്റേറ്റ് തലത്തിൽ വന്ന് സമ്മാനങ്ങൾ കിട്ടുന്നവയാണ്. അപ്പോൾ ഒരു കുട്ടി സ്കൂൾ തലത്തിൽ തുടങ്ങി മത്സരത്തിൽ പങ്കെടുത്ത് ഡിസ്ട്രിക്റ്റും കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ വരെ എത്താറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളും സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി സ്കൂളിലെ ഓരോ ക്ലാസ് മുറികളിലും കുട്ടികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രദർശനം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദർശനം കാണാൻ വേണ്ടി പോയതാണ് ഞാൻ. ശാസ്ത്രമേളയുടേതാവും, കുട്ടികൾ ഉണ്ടാക്കിയ മോഡലുകളാവും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പല ഉപകരണങ്ങളാവും, വർക്കിംഗ് മോഡലുകളാവും, അല്ലാതെ വെറുതെ വെച്ചിരിക്കുന്ന കാണാൻ പറ്റുന്ന മോഡലുകളാവും. അതോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസ്, കരകൗശല വസ്തുക്കൾ, തടി കൊണ്ടുണ്ടാക്കിയതും മെറ്റൽ വെച്ചിട്ടുണ്ടാക്കിയതും അല്ല പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതും അങ്ങനെയുള്ള മറ്റ് പല വസ്തുക്കളും. ഇതോടൊപ്പം തന്നെ കുട്ടികളുടേതായിട്ടുള്ള രചനകളും, ബുക്കുകളാകട്ടെ, പോസ്റ്ററുകളാകട്ടെ, മാഗസിനുകളാകട്ടെ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു പ്രദർശന സമയത്ത് ഓരോ ക്ലാസ് മുറികളിൽ കൂടി കയറി ഇറങ്ങി ഇതൊക്കെ കണ്ട് വരുന്ന വഴിക്ക് ഒരു ക്ലാസ് മുറി മാത്രം അടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ ജനലും കതകും എല്ലാം അടച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഈ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ കതക് തള്ളി തുറന്ന് അകത്തേക്ക് എത്തി നോക്കി. കതക് ഞാൻ തുറന്ന വെളിച്ചം മാത്രമേ മുറിക്കുള്ളിൽ വന്നുള്ളൂ. മുറിക്കുള്ളിൽ കംപ്ലീറ്റായി ഇരുട്ടായിരുന്നു. പക്ഷേ ആ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലെ കുട്ടികളാണ് ആ ക്ലാസ് മുറി നിറയെ നിൽക്കുന്നത്. ക്ലാസ് മുറി നിറയെയായി കുട്ടികൾ നിൽപ്പുണ്ട്. എന്നാൽ അതിൽ ഭയങ്കരമായ ഇരുട്ടാണ്. ഇതെന്താ ഈ മുറിയിൽ ഇത്ര ഇരുട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തിരികെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കുട്ടികൾ എന്നെ തടഞ്ഞു നിർത്തി. ടീച്ചർ അവിടെ നിൽക്കൂ
ഒരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അത് വിശ്വാസം വന്നില്ല. കാരണം കാണാനും മാത്രം അവിടെ ഞാനൊന്നും കണ്ടില്ല. ഒന്നാമതേ ഭയങ്കര ഇരുട്ടാണ്. അല്ലാതെ വലുതായുള്ള വസ്തുക്കളൊന്നും ഡെസ്ക് മേലൊന്നും വെച്ചിരിക്കുന്നതായിട്ടൊന്നും കാണാനുമില്ല. കുട്ടികൾ വെറുതെ നിൽക്കുന്നതേ ഞാൻ കണ്ടുള്ളൂ. അതിനാൽ തന്നെ എനിക്ക് പെട്ടെന്നൊരു സംശയം ഉണ്ടായി. എന്നോട് വല്ല വൈരാഗ്യമാണോ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതിൻ്റെയും വഴക്ക് പറഞ്ഞതിൻ്റെയും എന്തെങ്കിലും വൈരാഗ്യമായിട്ട് എന്നെ വല്ല ചെയ്യാനാണോ എന്ന് ഉള്ള ഒരു മനസ്സിൽ കൂടെ അങ്ങനെ ഒരു ചിന്ത വരികയും ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കതക് തുറന്ന് ഇറങ്ങാനായി ഭാവിച്ചു. അപ്പോൾ അവിടെ നിന്ന കുട്ടികൾ പെട്ടെന്ന് കതക് അടയ്ക്കുകയും ഉടനെ തന്നെ ലേസർ ഷോ ഓണാക്കുകയും ചെയ്തു. ഞാൻ അന്തം വിട്ടു നിന്ന്. അത്രയ്ക്കും മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു എൻ്റെ മുന്നിൽ പിന്നീട് വന്നത്. ക്ലാസ് മുറി നിറയെ ഇളം പച്ച നിറത്തിലുള്ള ലേസർ റേസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പല വിധത്തിലേക്ക് പോകുന്നു. ക്ലാസ് മുറിക്കുള്ളിലും അതുപോലെ തന്നെ അതിൻ്റെ 3 ഭിത്തികളിലും പലവിധ ഡിസൈനുകൾ, അത് ആ ലേസർ രശ്മികൾ പല തരത്തിലുള്ള വളരെ ഭംഗിയുള്ള ഡിസൈനുകൾ ഉണ്ടാക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഏകദേശം ഈ ലേസർ രശ്മികളുടെയൊക്കെ നടുക്കായിട്ടാണ്. അപ്പോൾ എൻ്റെ ചുറ്റിനും ഈ ഇളം പച്ച നിറത്തിലുള്ള ലേസർ രശ്മികൾ പല തരത്തിലുള്ള ഡിസൈനുകളായി നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ അന്തം വിട്ട് നോക്കി നിന്നു. ഇതെന്താണ് ഈ സംഗതി? എനിക്ക് മനസ്സിലായില്ല. അതുപോലെ അന്ന് ലേസർ ഷോയൊക്കെ തുടങ്ങി വന്നിരുന്ന കാലമായിരുന്നു. അതിനാൽ തന്നെ ഇതെന്താണ് ഇത് നടക്കുന്നതെന്നുള്ള എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ വളരെ അത്ഭുതത്തോടെ അന്തം വിട്ട് ഈ ഷോ നോക്കി നിന്നു. കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ, ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നായിരിക്കും. 5 മിനിറ്റ് സമയം കൊണ്ട് ഈ മുറി നിറയെ പലതരത്തിലുള്ള ഡിസൈനുകളും നല്ല ഭംഗിയായിട്ട് തുള്ളിക്കളിക്കുന്ന ഡിസൈനുകൾ എൻ്റെ ചുറ്റുമായി നടക്കുന്നു. വായുവിൽ കൂടെയും നടക്കുന്നു, അതുപോലെ തന്നെ ഭിത്തിയിലും കാണുന്നു. അതൊരു വളരെ അത്ഭുതകരമായ കാഴ്ചയായി എനിക്ക് അനുഭവപ്പെട്ടു. അത് ഇത്രയും കാലമായിട്ടും ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഞാൻ മാത്രമേ ക്ലാസ് മുറിയിൽ കയറി അത് കണ്ടുള്ളൂ. ഉള്ള ആൾക്കാരും തന്നെ അത് കണ്ടു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കുട്ടികൾ ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിരുന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് മുറി ഒരു വശത്തിരുന്ന ക്ലാസ് മുറിയാണ്, ഒരു മൂലയ്ക്കുള്ള ക്ലാസ് മുറി. അത് കതകും ജനലും എല്ലാം മുഴുവനായി അടഞ്ഞു കിടക്കുന്ന മുറിയായിരിക്കും എന്ന് വരുന്നവർക്ക് തോന്നിക്കാണും. അതിനാലാകും തന്നെ അതുവഴി ആരും തന്നെ അങ്ങനെ ആ മുറിയിലേക്ക് കയറി കണ്ടില്ല. മറ്റുള്ളവരെല്ലാം മറ്റുള്ള മുറികളിൽ കൂടെ എല്ലാം കയറി ഇറങ്ങിപ്പോയി. എന്തോ എനിക്ക് ആ മുറി തുറന്ന് അകത്ത് കയറാൻ തോന്നി. ഞാനത് അകത്ത് കയറിയത് കൊണ്ടാണ് ഇത്ര അത്ഭുതകരമായ കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇങ്ങനെ ഒരു സംഭവം പ്രൈവറ്റാക്കി വെച്ചത്, അത് പബ്ലിഷ് ചെയ്യാതെ വെച്ചത് എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഈ മനോഹരമായ കാഴ്ച അതെനിക്ക് സമ്മാനിച്ച ആ കുട്ടികളോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. വീണ്ടും കാണാം.